Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസായിട്ടാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കിട്ടിയപ്പോൾ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന്. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 4 പാഷൻ ഫ്രൂട്ട് നോക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ കഴമ്പൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഇതുവരെ ജ്യൂസ് തയ്യാറാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ജ്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും പറയുന്നത് പാഷൻ ഫ്രൂട്ട് എന്നായിരിക്കും. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന് ഒരു പുളിയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അടിച്ചാൽ മതി. അഥവാ ഇനി നിങ്ങൾക്ക് പുളി കുറച്ച് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളത്തിലടിക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ വെള്ളത്തിലടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതിപ്പോൾ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് നമ്മുടെ മുഴുവൻ കഴമ്പും എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പുതിന ഇല ഇടുന്നുണ്ട്. പുതിന ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരിച്ചൊഴിച്ചാൽ നമ്മുടെ ജ്യൂസ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ഈസിയായി എന്നാൽ സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലെ ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ.